മക്തം നമ്പർ 35 ഈ തമ്പിലാണ് കേരളത്തിലെത്തിയ നമ്മുടെ മഹറമില്ലാത്ത മുഴുവൻ ഹാജിമാരും താമസിക്കുന്ന ടെന്റ്. ഈ ടെന്റില് ആദ്യ ടെന്റിൽ എത്തിയത് മുതൽ ഇന്ന് 13 ഈ 13 വരെ തുടങ്ങി 13 വരെ നമ്മൾ കഞ്ഞിയും ആവശ്യമായ സാധനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവസാനത്തെ ഹാജിയും മീന ജംറയിൽ നിന്ന് കല്ലെറിഞ്ഞതിനെ കൊണ്ടുപോകുന്നതിനുള്ള വീൽ ചെയർ വിങ് അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്താണ് കഠിനമായ ചൂടനുഭവപ്പെടുന്ന മീനയില് നമ്മൾ കുടിവെള്ളം നൽകിയും ജ്യൂസ് നൽകിയും ആവശ്യത്തിനുള്ള ക്ഷീണം മാറുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ഓറസ് അടക്കമുള്ള പാനീയങ്ങൾ നൽകി നമ്മുടെ ഹാജിമാരെ ജംറാത്തിലേക്ക് അയക്കുകയാണ്. ഈ ജംറാത്തിലേക്ക് അയക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷകരമായ വിഷയം എന്ന് വെച്ചാൽ ഇതുവരെ ജംറയിലേക്ക് കല്ലെറിയാൻ പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി നിന്ന നമ്മുടെ ഹാജിമാരെ നമ്മുടെ വീൽ ചെയറിലിരുത്തി നമ്മുടെ വീൽ ചെയർ വിങ് ജംറയിലേക്ക് എറിയാൻ കൊണ്ടുപോകുകയാണ്. അതോടുകൂടി മീനാ മിഷൻ നമ്മൾ അവസാനിക്കുകയാണ്. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഹാജിമാർ താമസിക്കുന്ന വിവിധ ബിൽഡിങ്ങുകളിലായിരിക്കും നമ്മുടെ പ്രവർത്തനം. എന്തായാലും ആദ്യ ഇന്ത്യൻ ഹജ്ജ് വിശുദ്ധ ഭൂമിയിൽ എത്തിയത് മുതൽ അവസാനത്തെ ഹാജിയും വിശുദ്ധ ഭൂമിയോട് വിട പറയുന്നത് വരെ KMCC-യുടെ വോളണ്ടിയർ വിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അനർത്ഥമാക്കുകയാണ് KMCC-യുടെ പ്രവർത്തകന്മാർ. രാപ്പകൽ ഭേദമന്യേ യഥാർത്ഥ ജാഗ്രതയോടുകൂടി KMCC-യുടെ എല്ലാവിധം മെഡിക്കൽ വിങ് ആയാലും വീൽ ചെയർ വിങ് ആയാലും മീന മൊമെന്റ് ആയാലും അതുപോലെ തന്നെ മുസ്തലിഫ വിങ് ആയാലും അറഫ മൊമെന്റ് ആയാലും എല്ലാം വളരെ ഭംഗിയായി നല്ല രീതിയിൽ സ്മൂത്തായി നീങ്ങിക്കഴിഞ്ഞു. ഇനി അവസാനത്തെ ഹാജിയും മീന താഴ്വാരം വിടുന്നത് വരെ KMCC-യുടെ വളണ്ടിയർമാർ മീന താഴ്വാരത്തുണ്ടാകുമെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അത് അനർത്ഥമാക്കുന്ന രീതിയിലാണ് നൂറുകണക്കിനുള്ള KMCC വളണ്ടിയർമാർ മീന താഴ്വാരയിൽ ഉള്ളത്.